പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിന്റെ കോലം കണ്ടില്ലേ? ആരുടെ കോലം? പോരാത്തതിന് ഒടുക്കത്തെ കളറും. എങ്ങനെ മനുഷ്യൻ നോക്കാതിരിക്കണേ? പണ്ടാറ ഫിഗർ തന്നെ. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരുന്നു. അല്ല, ഞാൻ പറയായിരുന്നു നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിന്റെ കോലം കണ്ടില്ലേ? പണ്ടാറ ഫിഗർ തന്നെ. വെറുതെ മനുഷ്യനെ പഴപ്പിക്കാൻ. അല്ല, നീ എന്താ ഇവിടെ? അതിന് റോയിച്ചൻ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ എന്തെറ്റ് ചെയ്തു? ശരിയാണല്ലോ. നീയല്ല, അവൻ ടോണി ഈ കസ്റ്റമേഴ്സിനെ ശല്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത്ര നേരമേ ഉള്ളൂ. എന്നിട്ട് അവനത് നോക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ ചൂടാവാതിരിക്കണേ. റോയിച്ച, ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല. അല്ല, നീ കുറച്ച് കാശ് വെച്ചായിരുന്നില്ല? നീ അത് സാറയുടെ നിന്ന് വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, ശരി എന്നാ ചെല്. പോട്ടെ. അപ്പൊ ശരി. എടാ മോനെ. എന്താ? ആരോടും പറയൊന്നും വേണ്ട കേട്ടോ. ഞാനങ്ങനെ പറയൂ? അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവൂല. പാഞ്ഞു പാഞ്ഞു പോകും കാലം കൂടെ എത്തുവാൻ എനിക്ക് വേഗം വേണം. ചുരുണ്ടുറങ്ങുവാനും ചടഞ്ഞു കൂടുവാനും എനിക്ക് വേണം ആഴ്ചയിൽ കുറഞ്ഞത് 5 സൺഡേ. Here we go again with the beat. ചുമ്മാ you're popping and you're jumping from the seat. ചുമ്മാ if this is what you want and over there. ചുമ്മാ just chill, we gonna make it up today. ചുമ്മാ ചുമ്മാ chumma, it's all about being chumma, chumma. Let's all be chumma, chumma. Oh yeah, ooh, yeah, yeah. Ra-pa-pa, si-la-lo. Whoa, whoa. Chumma, oh. രാവിലെ മുതലേ ഒരേ മിസ് കോൾ. തിരിച്ചു വിളിച്ചാൽ നോട്ട് ആൻസറിങ്. ഏതാണ് നമ്പർ? ഇതാ. നിന്റെ വല്ല ഫാൻസ് ആയിരിക്കും. ഫാൻസ് ആണെങ്കിൽ അവനെ തുറന്നു പറഞ്ഞാൽ എന്താ? അയ്യടാ, ഫാൻസ് ഉണ്ടാവാൻ പറ്റിയ ഒരാൾ. എന്താണ് എനിക്ക് ഫാൻസ് ഉണ്ടായാലോ? എനിക്ക് എന്തെങ്കിലും ഗ്ലാമർ ഇല്ലേ? ഗ്ലാമറിനെ പറ്റി പറഞ്ഞപ്പോഴാ, ഇന്ന് നിനക്ക് ഹോളിഡേ അല്ലേ? നമുക്കൊന്ന് ബ്യൂട്ടി പാർലർ വരുന്ന പോയാലോ? ഞാൻ പോണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സാജൻ എഫക്റ്റ് ആയിരിക്കും. അല്ല, ഹിഷാം എഫക്റ്റ് ആണ്. എന്തേ? ഞാനൊന്ന് ഫോട്ടോ വെച്ചിട്ട് പോവാ. റോയിച്ച, ഞങ്ങളെ ഒന്ന് ബ്യൂട്ടി പാർലർ ഡ്രോപ്പ് ചെയ്യോ? ഞാനിപ്പോ തന്നെ ലേറ്റ് ആയി. ഇനി നിന്നാ പോണ കാര്യം നടക്കില്ല. റോയിച്ച, ഞങ്ങൾ ഇപ്പൊ റെഡിയായി. എടി പാറു, പെട്ടെന്ന് റെഡിയാവും. ഹലോ. ഇല്ല, ഞാൻ വീട്ടിലാ. തിരിച്ചു വിളിക്കാം കേട്ടോ. താമസിക്കില്ല. ഡെന്നിസ് എത്തിയോ? ശരി, ഞാൻ എന്താ എത്തി. നിങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയാൽ മതി. എനിക്ക് പോയേ പറ്റൂ. നിൽക്കാൻ സമയമില്ല. ശരി റോയിച്ച, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. റോയിച്ച, ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ തന്ന കാശൊക്കെ എന്തി? അതൊക്കെ ചെലവായി പോയി. വന്നൊന്ന് നീയും ടോണിയെ പോലെ തുടങ്ങിയോ? എന്റെ ബെഡ്റൂമിൽ ടേബിളിൽ കാണും. എടുത്തോ, ഞാൻ ഇറങ്ങണം. താങ്ക്സ് റോയിച്ച. അവന്റെ ഒരു മിസ് കോൾ. പാറു, നീ പറയുന്ന പോലെ റോയിച്ചിന് വല്ലതും ഉണ്ടെങ്കിലേ റോയിച്ചിന് അതെന്തിനാ നമ്മളെന്ന് മറച്ചു വെക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്ത. എടി, ഒരാൾ എല്ലാ കാര്യം തുറന്ന് പറയണമെന്നില്ല ഒരാളടുത്ത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കാനുണ്ടാവില്ലേ? നീയാള് കൊള്ളാലോ. ചുമ്മാ ഇരുന്ന് എന്നെ കൊണ്ട് റോയിച്ചിനെ സംശയിപ്പിച്ചിട്ട്
ഇപ്പൊ നീ റോയ്ച്ചന്റെ സൈഡ് പറയാ. ഞാൻ സൈഡ് പറഞ്ഞൊന്നുമല്ല. റോഷൻ പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും ശരി, നമ്മളത് കണ്ടെത്തണ്ടേ. എന്തായാലും കൂടെ ജീവിക്കുന്ന ആളല്ലേ. അത് വേണം, നമ്മളത് അറിയേണ്ടത് തന്നെയാ. പക്ഷെ എങ്ങനെ? മാഡം എക്സ്ക്യൂസ് മീ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിനി ചിലത് പറയാനുണ്ട്. ഞാൻ ഇവിടുത്തെ മഹിളാ സമാജത്തിലെ ഒരു അംഗം കൂടിയാണ്. പേര് ബൃന്ദ. സത്യത്തിൽ നിങ്ങളുടെ ആരുടെ ഹസ്ബൻഡ് റോയ്ച്ചൻ? ഓ, രണ്ടുപേർക്കും കൂടി ഒരാളല്ലേ? ആരാ ആദ്യത്തെ ഭാര്യ? ഞാനാ. അപ്പൊ ചേച്ചി രണ്ടാമത്തെയാ? ഞാൻ മൂന്നാമത്തെയാ. അപ്പൊ രണ്ടാമത്തെയോ? അയ്യോ, അതറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം റോയ്ച്ചന്റെ 4ാമത്തെ ഭാര്യയെ കണ്ടു. ഇപ്പൊ സുന്ദരിയ. അപ്പൊ ആളൊരു വിരുദ്ധനാണല്ലോ നിങ്ങളുടെ റോയ്ച്ചൻ. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. അയ്യോ, അപ്പം ഞങ്ങളെ കുട്ടികൾക്ക് അച്ഛനല്ലാതെ പോകില്ലേ? ഇനി നിങ്ങൾ പറ, ഇനിയിപ്പോ ഇതിൽ നിന്ന് നമ്മൾ റോയ്ച്ചനെ രക്ഷപ്പെടുത്താൻ ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? കേട്ടോ, വഴി ഞാൻ പറഞ്ഞുതരാം. ഹോ, എന്തൊരു വലിയ ഷോപ്പാ അല്ലേ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ പലതും കാണും. അതൊക്കെ കണ്ട് ആക്രാന്തപ്പെട്ട് കാറ് വിളിക്കരുത്. എന്റെ പരിചയക്കാരുള്ള ഷോപ്പാ. ഇല്ല, ഇനി ഞാനത് മനസ്സിൽ വർക്കൗട്ട് ചെയ്തോളാം. വർക്കൗട്ടാ? ഇങ്ങനെ ഓ, ടോണി, ആ ചിഞ്ചു, ഈശോ. ടോണി മോനെ. ഇത് ചിഞ്ചുകുട്ടി, ഇത് ടോണി മോൻ. ഇത് ടോണി മോൻ, ഇത് ചിഞ്ചുകുട്ടി. ടോണി മോൻ ഇനി ക്ലാസ്സിന് പുറത്തു പോകാൻ പറ്റൂല, അവര് പൂട്ടി. ഇനി ടോണി മോനും ഞാനും മാത്രമേ ഉള്ളൂ. ടോണി മോൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ചിഞ്ചുമ്മ ഇല്ലേ ഇവിടെ? ചിഞ്ചുമ്മയുടെ സ്വന്തം ടോണി മോനായത്. എസ്കേപ്പ്. ആരത്? ഡാ, ചിഞ്ചു. ചിഞ്ചു? അതാരാ? അത് പിന്നെ ഞാൻ ടോണി മോന്റെ ക്ലാസ്മേറ്റാ. ആ, ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. ചിഞ്ചു. ടോണി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ നിലയിൽ എത്തിയത്. ഇപ്പൊ ടോണി, മനസ്സിലായി. നീ ആളാകെ മാറിപ്പോയല്ലോ. ആണല്ലേ? പിന്നെ ചിഞ്ചു എന്താ ഇവിടെ? ഞാനിവിടെ ഒന്ന് കാണാൻ വന്നതാ. ഓ, ഇന്ന് തന്നെ ഇത് മുഴുവൻ കാണാൻ അങ്ങ് പോന്നേ എന്ത്? അതിപ്പോ നന്നായില്ലേ? ഓ, എന്നിട്ട് വിശേഷം പറ ടോണിക്കുട്ടാ. റോയ്ച്ചൻ എവിടെ? ആ റോയിച്ചൻ അവിടെ ഉണ്ട്. സുഖം. എന്നെ ഒന്ന് കൊണ്ടുപോടാ. ഇന്ന് തന്നെ വേണോ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്താ ഇപ്പൊ ഇങ്ങനെ? വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച ഒരാളെ കണ്ടിട്ട് ഇങ്ങനെയാണോ ടോണി പെരുമാറുന്നത്? പാഠം പഠിപ്പിക്കുന്ന സഹപാഠിയാ, ഒടുവി പാടുപെടും. അന്ന് ടോണി മോനാണ് ടീനെ ടീസ് ചെയ്തെന്ന് ടീച്ചറോട് ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ടല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ നീ ടീസിങ്ങാ? വാട്ട് ഈസ് ടീസിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചിട്ടാ? ഇതല്ലേ? ഐ, അത് ഇതല്ല, വേറെ. ഓ, നിക്ക് നിക്ക്. ചിഞ്ചു, ഞങ്ങൾ അല്പം തിരക്കില്ല. പിന്നെ കാണാം. അയ്യോ, പോവാനോ? പറ്റൂല. ഇന്ന് നമ്മൾ ഒന്നിച്ച് നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർത്ത് ചിരിച്ച് ഇന്നല്ലെങ്കിൽ നമുക്ക് എന്നാ പറ്റിയ ടോണി മോനെ? പിന്നെ അല്ലാതെ നമുക്ക് പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ? ആവശ്യത്തിനുള്ള ബഡ്ജറ്റ് ഒക്കെ ഇല്ലേ കയ്യില്? ഓ യെസ്, ഒരുപാടുണ്ട് എന്റെ കയ്യിൽ. എന്നാ പിന്നെ ചുമ്മാ വാ. ടോണി, താവേ, ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാ എന്റെ സകല പാപങ്ങളും ഇതിന്റെ പേരിൽ അങ്ങ് തീർത്തു തരണേ. എന്റെ ബൈക്കിന്റെ താക്കോല തെണ്ടിയുടെ കയ്യിലായിപ്പോയി. കാണിച്ചു തരായിരുന്നു. ടോണി, ഇതാ വരുന്നടാ. എങ്ങനെയുണ്ട് ബ്രീ? കൊള്ളാമോ? പിന്നെ സൂപ്പർ അല്ലേ? പാറു, നിന്റെ മുടി കളർ നന്നായിട്ടില്ലേ? പിന്നെ നന്നാവാതെ 10 പേരിന് പാറുഞ്ഞു നോക്കൂ. സത്യം ബ്രിയ പറയുന്നേ. ബ്രീ പറഞ്ഞ എനിക്ക് വിശ്വാസ. ഇനി ഞാനൊരു കലക്കും മോളെ. നിങ്ങളിങ്ങനെ പിണങ്ങിയിരുന്ന എങ്ങനെയാ? മനുഷ്യനെ ബോറടിപ്പിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇതിലും ഭേദം അങ്ങ് ചാകുന്നതായിരുന്നു. എടാ, ഒരു സത്യം പറയട്ടെ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യ, ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോ ഒരു പെണ്ണ് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിപ്പോ ഒന്ന് വന്നപ്പോ പഴയ കാര്യം പറഞ്ഞ് ചൂടായി അതിനോട്. അതിനെന്താ പ്രശ്നം? എടാ, നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ അതിന് വട്ടാടാ. ലോകത്തിൽ നീ ഒഴികെ ബാക്കി എല്ലാവർക്കും വട്ട്. നീ വലിയ യോഗ്യൻ. ആ ബൈക്കിന്റെ താക്കോൽ എവിടെ? എന്റെ അടുത്തുണ്ട്. അവൻ്റെ അടുത്തേ. എന്തിനാ? അല്ല, തിരക്കിനിടെ അതിന്റെ ഒന്ന് കളഞ്ഞോണ്ടെന്ന് വെച്ചിട്ടാ. ആ, അതിനൊന്നും സമ്മതിക്കില്ല മോനെ. ഫ്ലാറ്റിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. എന്നെ കൊണ്ട് നടന്നു പോകാനൊന്നും പറ്റില്ല.
കീ എന്റെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. നീ അങ്ങനെ ഇപ്പൊ പോണ്ട. ചിഞ്ചു അവനോട് കമ്പനി ആണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ടോണിക്കുട്ടൻ? ഓ ടോണി പൊട്ടൻ അവൻ വരും, വാ. അവനിപ്പോഴും നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ? പക്ഷെ ആ ടീസിങ് കേസ് അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. ഇത് എവിടെ നോക്കൂ, ഞാൻ ശരിയാക്കി തരാം. ആ പക്ഷേ ചെലവ് വേണം. ആനന്ദേട്ടന് എന്താ വേണ്ടേ പറഞ്ഞോ. ബാ. ദൈവമേ, ഈ വട്ടനും വട്ടിയും കൂടി കൊച്ചി തിരിച്ചു വെക്കൂ. കൊള്ളാടി നിന്റെ ഹെയർ കളർ. അത് റോഷന്റെ കാറില്ലേ? ഞാൻ വിളിച്ചോക്കട്ടെ. വിളി. ഹലോ, ഹലോ, എന്താ മോളെ? റോയ്ഷ. റോഷൻ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഒരു മീറ്റിംഗിലാ, ഫോട്ടോ വെച്ചില്ലു. എന്തു പറ്റി? ഒന്നുമില്ല, പിന്നെ വിളിക്കാം. ആ ശരി, ഓക്കെ. എന്താ നീ പറഞ്ഞ? ഫോട്ടോ ചെയ്തോ മീറ്റിങ്ങിന് പോയിരിക്കാന്ന്. ഇവിടെ നിന്നാ മതി, ഒരു മിനിറ്റ്. പണ്ട് കോഴിക്കോട്ടെ ചെങ്ങായിമാര് രാവിലെ ഓടാറിറങ്ങുമ്പോ പിന്നാലെ പട്ടി കൂടിയ മാതിരിയായി. ഇത് ഇത്രയും വലിയ മാരണമാവെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം മനസ്സിലായല്ലോ. അസുഖമൊക്കെ മാറി എന്ന് കരുതിക്കോട്ടെ. കരുതണ്ട, മാറി. ആ എന്നാ ബാ. എങ്ങോട്ട്? പിന്നല്ലാണ്ട് നീ ഇവളുടെ കൂടെ നിൽക്കാൻ പോകണോ? ടോണി, നീ എന്നെങ്ങനെ അന്യനായി കാണല്ലേ? എന്നാ ശരി, വാ പോവാം. പോവാം. അപ്പോ വളരെ കാലം കൂടി കണ്ടതിൽ സന്തോഷം. ഇനി കാണുമ്പോഴെങ്കിലും ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആനന്ദേ, എസ്കേപ്പ്. വേഗം വാടാ. എന്ത് പെണ്ണാടാ അത്? ഇപ്പോഴൊക്കെ എന്ത് ഭേദാന്നറിയോ? പണ്ടൊക്കെ വെക്കാറുണ്ടെങ്കിൽ സ്നേഹം തോന്നിയാണ്ടല്ലോ പോക്ക അവന്റെ കാര്യം. അതെന്താ? എടാ, അവന്റെ പുറകെ നടന്നവനെ സ്നേഹിച്ചു പെറുപ്പിച്ച് അപ്പുറത്തെ തലത്തിലെത്തിച്ചോളെ. അവക്കെന്താ സ്നേഹം ഒരു വീക്ക്നെസ് ആണോ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ അവളെ ഇത്രയും ആട്ടിപ്പായിപ്പിച്ചിട്ടും നിന്റെ പിന്നാലെ തന്നെ കൂടിയില്ലടാ. എടാ വട്ടാടാ പണ്ടാരത്തിന്. പണ്ട് എന്റെ പുറകെ തന്നെ ആയിരുന്നു. എന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇവളാ കുട്ടിയുടെ ക്ലാസ് കയറി തല്ലുമായിരുന്നു. ഇവളുള്ള കാരണം ഈ ബാല്യകാല പ്രണയം എന്ന് പറഞ്ഞൊന്നും എനിക്കില്ലായിരുന്നു, അറിയോ? പാവം ചിഞ്ചു, അവക്ക് നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ? നിങ്ങൾ ശരിക്കും ഭയങ്കര മാച്ചിങ് ആടാ. ആത്മാർത്ഥമുള്ള ഒരു സുഹൃത്തിനെ ഇങ്ങനെ പറയാൻ പറ്റുള്ളടാ. യോ എടാ, ഹെൽമെറ്റ് ഞാൻ ആ കടയിൽ വെച്ച് മറന്നു പോകുന്നേ. നീ ഒന്ന് പോയി എടുത്തിട്ടോ. എന്താ അളിയാ, ഇനി അവിടെ പോയാ പെണ്ണെ കാണൂ? ഒന്നും കുഴപ്പമില്ല, ചെല്ല്. കൊഴപ്പില്ലേ? ആ കുഴപ്പമില്ല, ചെല്ല്. നീ അവിടെ വന്നേ, അവള് വെറുത്തിട്ട് വന്നേട്ടാ. എടാ നിക്കടാ, ഞാനുണ്ട്. എടാ വെറുത്തടാ, വെറുത്തു. ഇതിലും ഭേദം തൂക്കി കൊല്ലുന്ന. കയ്യിലാണെങ്കിൽ കാശുമില്ല. കം ഹിയർ. നിങ്ങളെന്ന് കണ്ട റോയ്ച്ചനെ തന്നെയാന്ന് ഉറപ്പാണോ? ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതല്ലടാ. ഞാനതല്ല ആലോചിക്കുന്നത്. റോയിച്ചൻ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ കാശും അക്കൗണ്ടിൽ കൊണ്ടിടാറുണ്ട്. ഒരു ചില്ലി കാശ് പോലും ഒരു കാര്യത്തിനും അവിടെ നിന്ന് എടുക്കാറുമില്ല. പപ്പയുടെ നിന്ന് വാങ്ങുന്ന കാശെല്ലാം അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാറുമുണ്ട്. ഞാൻ പണ്ടേ ആലോചിച്ചിട്ടുള്ളതാ, റോയിച്ചന് ക്യാഷ് വരുന്ന വേറെന്തോ ഒരു സോഴ്സ് ഉണ്ട്. ഇനി വല്ല സ്മഗ്ലിംഗ് ആയിട്ടാണോ? ആ കാറിൽ റോയ്ച്ചനെ കണ്ടപ്പോ ഒരു സ്മഗ്ലറിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. അതൊന്നും റോയിച്ചന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊന്നും അറിയണം റോയിച്ചൻ. ആൾമാറാട്ടം കൊച്ചിയിൽ സമൂഹത്തിൽ മാന്യനും അച്ചടക്കത്തോടും കൂടി ജീവിച്ച സെന്തിൽ എന്ന ചെറുപ്പക്കാരൻ കള്ളനോട്ട് കേസിൽ പോലീസ് പിടിയിൽ. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നേ? നീ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തേ. ഇയാള് കുടുംബത്തിലും പുറത്തൊക്കെ വളരെ മാന്യായി ജീവിച്ച ആളാ. പക്ഷെ കൊച്ചിയിൽ ഇയാൾക്ക് മറ്റൊരു മുഖമുണ്ട്, ഒരു ഡോണിന്റെ മുഖം. എന്നാലും ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലോ.
വിശ്വസിക്കാൻ എന്താ പാട്? നാളെ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാല് എല്ലാം കാലം തെളിയിക്കും. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇപ്പൊ എത്തി? വൈകുന്നേരമായി. എവിടെ പോയത്? MG റോഡിലാ, ക്വീൻസില്. നിന്റെ മുടി എന്താടി കാണിച്ചു വെച്ചാ പാറു? മുടിക്ക് എന്താ കുഴപ്പം? ഇത് ഫാഷൻ അല്ലേ? കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു എന്നാലും ഇല്ല, വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഈ മുടി കാണുമ്പോഴേ നമ്മൾ ഹോളി ആഘോഷിക്കാൻ പോകുന്ന ഓർമ്മ വരുന്നത്. നല്ലതോ ചീത്തയോ? ചീത്തയോ? നീ എന്തായി പറയുന്നേ? ഈ മുടിക്കൊരു കുഴപ്പമില്ല. സത്യത്തിൽ നിന്റെ മുടിക്ക് തന്നെ വേണ്ടിയിരുന്നു. സത്യം പറയാലോ, കോഴിക്കുട്ടികൾ കളറടിച്ച മാതിരി എനിക്ക് സ്റ്റൈല. ഏതായാലും നിന്റെ ഉപ്പിലിട്ട മോന്തേക്കാട് നല്ലതാണ് എന്റെ മുടി. അല്ല, റോയിച്ചൻ എവിടെയാ പോയിരുന്നത്? പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് കോൺഫറൻസ് കഴിഞ്ഞിട്ടുള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. എന്ത് ബിസിനസ്? ഓ പിന്നെ സർവ്വകാര്യങ്ങൾ അന്വേഷിച്ചറിയുന്ന ഒരു ഉത്തരവാദിത്തക്കാരൻ. എന്റെ പേരാണെന്ന് മനുഷ്യൻ തലയ്ക്ക് വരാൻ തുടിച്ച് കയറി വരുമ്പോൾ എന്തെല്ലാം അറിയേണ്ട ഓരോരുത്തർക്ക്. ഞാൻ AC കാറിലിരുന്ന് ലൈം ജ്യൂസും കുടിച്ച് സൂഹിക്കാൻ പോയൊന്നല്ല. പപ്പ വരുന്നതിന് മുമ്പ് നല്ല നല്ല മറ്റൊരു ബിസിനസ്സും കൂടി നമ്മുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പോയതാണ്. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, മനസ്സിലായല്ലോ? ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്താ ചൂട്? ആനന്ദേ, എന്താണ് എന്റെ മുടിക്ക് ഒരു കുറവ്? ഒന്ന് പോയടി അവിടുന്ന്. അല്ല, റോയിച്ചൻ നിങ്ങളെ കണ്ടില്ലെന്നുള്ളത് ഉറപ്പാണോ? ഇല്ല. പിന്നെങ്ങനാ റോയിച്ചൻ കാറിന്റെയും ലൈം ജ്യൂസിന്റെയും കാര്യം പറഞ്ഞത്? ഇനി അങ്ങനെ കണ്ടെങ്കിൽ തന്നെ അത് റോയ്ച്ചൻ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് സംശയിക്കുന്ന മോശ. മണ്ടനായിക്കോ, പക്ഷെ തന്നെക്കാളും വലിയ മണ്ടനാവണമെന്ന് നീ വാശി പിടിക്കരുത്. ഇല്ല, നീ എന്നെ ടോപ്പില് പോരെ. വിഷമിക്കണ്ട, വഴിയുണ്ടാക്കാം. റോയിച്ചന്റെ മൊബൈൽ ഫോണിലെ കോണ്ടാക്ട്സ് വെപ്പേണ്ട സമയമായി. അതൊരു നല്ല ഐഡിയ ആണ്. എടാ, ആ മൊബൈൽ വെപ്പുമ്പോ വല്ല ഡയറക്ടേഴ്സിന് നമ്പർ ഉണ്ടോ നോക്കണേ. ഈ ഡയറക്ടേഴ്സിനൊന്നും പരിചയമില്ല എന്ന് റോയ്ച്ചൻ കള്ളത്തരം പറഞ്ഞു നോക്കണം. ദയവ് ചെയ്ത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്താ പറയുന്നത്, എപ്പോഴാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറയണം. എന്താന്ന് വെച്ചാലേ എപ്പോഴും മനുഷ്യന് ക്ഷമ കിട്ടുമെന്ന് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇനി ക്ഷമ വേണമെങ്കിൽ ഇവളുടെ ജിമ്മിൽ പോയ പോരെ. ഇവൾ എപ്പോഴും പറയുന്ന മാതിരി ഇറ്റ്സ് എ വെരി ഗുഡ് സ്ട്രെസ് ബസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ട്രസ് ബസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ട്രസ് ബസ്. അയ്യേ 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 അയ്യേ. रॉय को पकड़ना मुश्किल ही नहीं, नामुमकिन है. ഹിന്ദി അറിയില്ല റോയ്ച്ച, ഹിന്ദി അറിയാനിട്ടാ റോയ്ച്ച. हिंदी तुझे അറിയാൻ को മേലെങ്കിൽ तुझा आकाश में जा. मुझे हिंदी അറിയില്ല, എന്നെ മതിക്കരുത് പ്ലീസ്. अरे बोल, अच्छा से बोल. വിളിക്കാം വിളിക്കാം, അച്ഛനെ വിളിക്കാം. പക്ഷെ സംസാരിക്കാൻ പറ്റില്ല, അച്ഛൻ പിണക്കത്തില്ല, കട്ട് ചെയ്ത് കളയും. രാഷ്ട്രഭാഷ അറിയാത്തൊരു രാഷ്ട്രസ്നേഹി ഇതാ രക്തസാക്ഷിയാവുന്നു. വന്ദേ മാതരം, വന്ദേ. സ്വപ്നായിരുന്നല്ലേ, ആരും കണ്ടില്ല. കിടന്നേക്കാം.